തുടരുന്നു. സരിത എസ് നായർ ജയിലിൽ നിന്ന് എഴുതിയ കത്ത് ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടു. മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ലൈംഗിക ബന്ധമുണ്ടായിരുന്നുവെന്നാണ് കത്തിലുള്ളത്. കത്ത് തന്റേത് തന്നെയാണെന്ന് സരിത സ്ഥിരീകരിച്ചു. കസ്റ്റഡിയിൽ വെച്ച് സരിത എഴുതിയ കത്താണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണമാണ് സരിത കത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് സരിത എഴുതിയ കത്താണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സരിത തന്നെ എഴുതിയതാണ് കത്ത് എന്ന സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. സരിത എസ് നായർ ജയിലിൽ നിന്ന് എഴുതിയ കത്ത് ഒരു സ്വകാര്യ ചാനലാണ് പുറത്തുവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ലൈംഗിക ബന്ധമുണ്ടായിരുന്നുവെന്ന് കത്തിൽ പറയുന്നു. നേരത്തെ സോളാർ കേസിലടക്കം മുഖ്യമന്ത്രിക്കെതിരെയും ആര്യാടൻ മുഹമ്മദിനെതിരെയും അഴിമതി ആരോപണം സരിത ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പിറകെയാണ് ലൈംഗികമായും ബന്ധമുണ്ടായിരുന്നുവെന്ന് സരിതയുടെ കത്തിൽ പറയുന്നത്. വിവരങ്ങളുമായി കെ സജീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സജീഷ്, എന്തെല്ലാം കാര്യങ്ങളാണ് കത്തിൽ പറയുന്നത്? സരിത എസ് നായർ ജയിലിൽ നിന്ന് എഴുതിയ കത്ത് ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ലൈംഗിക ബന്ധമുണ്ടായിരുന്നുവെന്നാണ് കത്തിൽ പറയുന്നത്. വിവരങ്ങളുമായി കെ സജീഷ് ഉണ്ട്. സജീഷ്, എന്തെല്ലാം കാര്യങ്ങളാണ് സരിതയുടെ കത്തിലുള്ളത്? വിവരങ്ങൾ എന്താണ്? കന്നി, സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദത്തിലേക്ക് വഴിതെളിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ സരിത എസ് നായർ ജയിലിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലുള്ളപ്പോൾ എഴുതിയ കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്നാണ്. ക്ലിഫ് ഹൌസിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ പീഡിപ്പിച്ചത്. ഒപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി തന്നെ ബലാത്സംഗം ചെയ്തു. സംസ്ഥാന മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ചായിരുന്നു തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നും സരിത ഈ കത്തിൽ പറയുന്നു. പല കേന്ദ്രമന്ത്രിമാർക്കും കാഴ്ചവെക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രിയുടെ PA ശ്രമിച്ചു എന്നും ഈ കത്തിൽ ഗുരുതരമായ രീതിയിലുള്ള ആരോപണമുണ്ട്. അതായത് 2013 മെയ് 19 പെരുമ്പാവൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളപ്പോഴാണ് സരിത എസ് നായർ ഈ കത്ത് എഴുതിയത്. എറണാകുളം CJM കോടതിയിൽ നൽകാൻ വേണ്ടിയാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത് എന്ന് സരിത പിന്നീട് ഒരു മാധ്യമത്തിനോട് പറഞ്ഞിട്ടുണ്ട്. കത്തിൽ പറയുന്ന കാര്യം നിഷേധിക്കുന്നില്ല എന്നും ഇപ്പോൾ സരിത പറയുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന ഒരു വിശ്വാസം തനിക്കുണ്ടായിരുന്നുവെന്ന് ഈ കത്തിലുടനീളം സരിത എസ് നായർ പറയുന്നുണ്ട്. പക്ഷേ അത് പിന്നീട് ഉണ്ടായില്ല. പല ഘട്ടങ്ങളിലും തന്നെ വഞ്ചിക്കാനുള്ള നീക്കങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഈ കത്തിൽ വിശദമാക്കുന്നുണ്ട്. ഏതായാലും സർക്കാരിനെയും ഉമ്മൻചാണ്ടിയും സംബന്ധിച്ചിടത്തോളം സോളാർ ബാധ ഇനിയും വിടില്ല എന്ന വ്യക്തമായ സൂചനയാണ് വിവാദ കത്ത് പുറത്തു വന്നതിലൂടെ കഴിയുന്നത്. ഒരുപക്ഷെ ഈ കത്തിന്റെ കാര്യം നേരത്തെ പലവട്ടം സരിത നിഷേധിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി തന്നെ വിശേഷിപ്പിക്കുകയും തന്നെ അദ്ദേഹം പീഡിപ്പിച്ചില്ല എന്നും പലവട്ടം മാധ്യമപ്രവർത്തകരോടും സരിത പറഞ്ഞതാണ്. പക്ഷേ പിന്നീട് സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയ സമയത്താണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ സാമ്പത്തികമായി തന്നെ വഞ്ചിച്ച കാര്യം സരിത ആദ്യമായി മൊഴി നൽകിയത്. ഇതോടുകൂടി വലിയൊരു മാനം സോളാർ കേസിന് വരികയും ചെയ്തു. ഇതിനുശേഷമാണ് സരിത എസ് നായർ മുഖ്യമന്ത്രി പീഡിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ വന്നത്. അതിനുശേഷവും സരിത ഇത് നിഷേധിച്ചിരുന്നു. പക്ഷേ ഇതിനെല്ലാം മുമ്പ്, ഈ വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സരിത എഴുതിയ ഒരു കത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ തോതിലുള്ള ഗൗരവം ഏറിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. സജീഷ്, കത്തിന്മേൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലെന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നോ അത്തരത്തിലെന്തെങ്കിലും നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? കനി, അത് സംബന്ധിച്ച് നമുക്ക് സൂചനകൾ ഒന്നുമില്ല. ഈ കത്തിലെ വിശദാംശങ്ങൾ എന്താണ് എന്ന കാര്യം ആദ്യമായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ നേരത്തെ ഇതിലെ ചില ഉള്ളടക്കങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ഉള്ളടക്കം പുറത്തു വന്ന സമയത്തൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോഴെല്ലാം തന്നെ സരിത എസ് നായർ നിഷേധിക്കാനുണ്ടായത്. ഈ കത്ത് പലരുടെയും കൈവശമുണ്ട് എന്നും കിംവദന്തി നിന്നുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായ വിശദാംശങ്ങൾ ഉള്ളടക്കം അത് ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സോളാർ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സർക്കാരിനെതിരെ നടക്കുന്ന ഗൂഢാലോചനയാണ് എന്നൊക്കെ UDF നേതൃത്വവും മുഖ്യമന്ത്രിയും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കേസിന്റെ തുടക്കത്തിൽ, അതായത് സരിത എസ് നായർ ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തുന്നതിന്റെ വളരെ മുമ്പ് തന്നെ തുടക്കത്തിൽ സരിത എസ് നായർ എഴുതിയ ഒരു കത്താണിത്. അതായത് ഇത്തരം ആരോപണങ്ങൾ പ്രതിപക്ഷം ഏറ്റുപിടിക്കുന്നതിനൊക്കെ വളരെ മുമ്പാണ് ഈ കത്ത് സരിത എസ് നായർ എഴുതിയത്. ആ കത്താണ് പുറത്തു വന്നത്. അത് ഈ 2013, അതായത് സോളാർ കേസിന്റെ തുടക്കത്തിൽ 2013 മെയ് 29 എഴുതിയ കത്താണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത്തരം സമ്മർദ്ദങ്ങളോ രാഷ്ട്രീയ പ്രേരിതമായ
ഗൂഢാലോചന ഒന്നും ഈ ആരോപിക്കപ്പെടാതിരുന്ന ഒരു കാലത്താണ് സരിത എസ് നായർ ഈ കത്ത് എഴുതിയത്. എറണാകുളം CJM കോടതിയിൽ കൊടുക്കാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സർക്കാരും ഉമ്മൻചാണ്ടിയും UDF-ഉം ആരോപിക്കുന്ന പോലുള്ള ഗൂഢാലോചന വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് എഴുതിയ കത്തായതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യവും വലിയ ഗുരുതരമായ ഗൗരവമേറിയ രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട്. ഏതായാലും ഈ കത്ത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും പോലീസ് നൽകിയിട്ടില്ല. പോലീസിന് കസ്റ്റഡിയിൽ എഴുതിയ കത്തിന് പിന്നീട് എന്ത് സംഭവിച്ചെന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സരിത എസ് നായർ ഇനി വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ ഈ കത്ത് ഹാജരാക്കാതിരുന്നത് താൻ അപമാനം ഭയന്നാണ് എന്നാണ് സരിത ഇപ്പോൾ പറയുന്നത്. സജീഷ്, കത്തിൽ ഒരു കേന്ദ്രമന്ത്രിയും തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം സരിത ഉന്നയിക്കുന്നുണ്ട്. ആരാണ് അത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കത്തിലുണ്ടോ? ആർക്കെല്ലാം എതിരെയാണ് സരിത കത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്? കന്നീതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണം തന്നെയാണ്. ഇത് സോളാർ വിവാദം ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ സരിത മൊഴി നൽകിയ ശേഷം പിന്നീടുണ്ടായ വിവാദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രി സരിത എസ് നായരെ പീഡിപ്പിച്ചു എന്നൊരു ആരോപണമായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ സരിത ഇത് നിഷേധിച്ചിരുന്നു. അതേസമയം മുഖ്യമന്ത്രി തന്നെ സാമ്പത്തികമായി വഞ്ചിച്ചു എന്ന കാര്യം സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത എസ് നായർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് പിന്നീട് കേട്ട മന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും പേരുകൾ തന്നെയാണ് ഈ കത്തിൽ ഉള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ആരൊക്കെ പേരുകൾ ഈ കേന്ദ്രമന്ത്രി എന്നത് ആരാണ് എന്ന് ഈ കത്തിൽ വിശദമായി പറയുന്നുണ്ടോ നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. നമുക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ. മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം സരിത ഉന്നയിച്ചിരിക്കുന്നത്. ഇത് എത്തരത്തിലായിരിക്കും UDF-നെയും തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുക? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ക്ലിഫ് ഹൗസിൽ വെച്ചാണ് പീഡിപ്പിച്ചത്. ഒരു കേന്ദ്രമന്ത്രിക്ക് തന്നെ ബലാത്സംഗം ചെയ്തു. ഒരു സംസ്ഥാന മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്. പല കേന്ദ്രമന്ത്രിമാർക്കും കാഴ്ചവെക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രിയുടെ PA തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഇത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളെല്ലാം തന്നെ ഈ കത്തിലുണ്ട്. ഏതായാലും കത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് പിന്നീട് മാത്രമേ പറയാൻ കഴിയൂ. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ലൈംഗിക ആരോപണം തന്നെയാണ്. സരിത എസ് നായർ ജയിലിൽ നിന്ന് എഴുതിയ കത്ത് ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടു. മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ലൈംഗിക ബന്ധമുണ്ടായിരുന്നുവെന്നാണ് കത്തിൽ പറയുന്നത്. പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് സരിത ഈ കത്ത് എഴുതിയിട്ടുള്ളത്. കത്ത് തന്റേത് തന്നെയാണെന്ന് സരിത സ്ഥിരീകരിച്ചതായാണ് വിവരം. കസ്റ്റഡിയിൽ വെച്ച് സരിത എഴുതിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മറ്റ് ഒരു കേന്ദ്രമന്ത്രിയും തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും സരിത കത്തിൽ ആരോപിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് K. സജീഷാണ്, തിരുവനന്തപുരത്ത് നിന്ന്. ഇതോടെ ബുള്ളറ്റിനോട് പൂർണ്ണമാവുന്നു.